കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും മിഠായി കഥകളിലേക്ക് സ്വാഗതം. ഒരു ഹോജ കഥ കേട്ടാലോ? കഥയുടെ പേര് ഹോജയുടെ ആട്ടിൻകുട്ടി. അവതരിപ്പിക്കുന്നത് മനോജ് കുമാർ പൂളയ്ക്കൽ. ഹോജയ്ക്ക് ഒരുപാട് ഇഷ്ടമായ ഒരു കൊഴുത്ത ആട്ടിൻകുട്ടി ഉണ്ടായിരുന്നു. നല്ല കൊഴുത്തു തടിച്ച ആട്ടിൻകുട്ടിയെ കണ്ട് അയൽവാസികൾക്ക് കൊതിയായി. മുല്ല, ഈ ആട് വളരെ കൊഴുത്തതാണ്, നമുക്കിതിൻ്റെ മാംസം കൊണ്ടൊരു വിരുന്ന് നടത്താം, അവർ ഹോജയോട് പറഞ്ഞു. പക്ഷേ ഹോജ നല്ല കരുണയുള്ളവനായിരുന്നു. ഇത് എൻ്റെ മകനെ പോലെയാണ്, ഞാൻ ഇതിനെ കൊല്ലുന്ന പ്രശ്നമേ ഇല്ല, ഹോജ തീർത്തു പറഞ്ഞു. പലരും പലതരത്തിലും ഹോജയെ തങ്ങളുടെ വഴിക്ക് കൊണ്ടുവരാൻ നോക്കി. എന്നാൽ ഹോജ വഴങ്ങിയില്ല. അവരുടെ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടപ്പോൾ ഒരു ദിവസം അവരെല്ലാവരും കൂടി ഹോജയോട് പറഞ്ഞു, ഹോജ, താങ്കൾ അറിഞ്ഞോ, നാളെ ലോകാവസാനമാണത്രേ. നമുക്ക് ഈ അവസാന ദിവസം നല്ല ആട്ടിറച്ചി വിരുന്നൊരുക്കി ആഘോഷിക്കാം. ഒരു വിധത്തിൽ എല്ലാവരും കൂടി ഹോജയെ ബോധ്യപ്പെടുത്തി. അവസാനം ഹോജ പറഞ്ഞു, അത് ശരിയാണ്, ലോകം അവസാനിക്കുകയാണെങ്കിൽ പിന്നെ എന്ത് കാര്യം, നമുക്ക് ഇവനെ ശരിപ്പെടുത്തി കളയാം. അതിനുശേഷം എല്ലാവരും ചേർന്ന് രുചികരമായ വിരുന്നൊരുക്കി ആഘോഷത്തോടെ കഴിച്ചു. ഭക്ഷണം കഴിഞ്ഞപ്പോൾ അയൽവാസികൾ അവരുടെ കുപ്പായങ്ങൾ ഊരിവെച്ച് വിശ്രമിക്കാനായി കിടന്നു. വയർ നിറച്ച് ഭക്ഷണം കഴിച്ചതല്ലേ, കുറച്ച് നിമിഷം കൊണ്ട് തന്നെ അവർ എല്ലാം ഉറങ്ങിപ്പോയി. അവരൊക്കെ ഉറക്കത്തിലായപ്പോൾ ഹോജ എല്ലാവരുടെയും കുപ്പായങ്ങൾ എടുത്ത് മുറ്റത്തിട്ട് കത്തിച്ചു. അവർ ഉണർന്നപ്പോഴേക്കും വില കൂടിയ അവരുടെ വസ്ത്രങ്ങളൊക്കെ തീയിട്ട് കഴിഞ്ഞിരുന്നു. ഹോജ, നീ എന്ത് പണിയാണ് ചെയ്തത്? ഞങ്ങളുടെ കുപ്പായങ്ങൾ നീ കത്തിച്ചു കളഞ്ഞത് എന്തിനാണ്? ഹോജ ഒരു ചെറു ചിരിയോടെ ശാന്തനായി പറഞ്ഞു, സഹോദരന്മാരെ, എന്തായാലും നാളെ ലോകം അവസാനിക്കുമല്ലോ, അപ്പോൾ നമുക്കൊക്കെ എന്തിനാണ് കുപ്പായം? അതിന് അവർക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. കൂട്ടുകാർക്ക് കഥ ഇഷ്ടമായോ? എങ്കിൽ പുതിയൊരു കഥയുമായി നമുക്ക് നാളെ കാണാം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. സ്റ്റോറി അങ്കിൾ.